പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് സഭ വിശുദ്ധ 10-ാം പീയൂസ് പാപ്പായെ പ്രത്യേകം അനുസ്മരിക്കുന്നു. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നാണ് 10-ാം പീയൂസ് മാർപ്പാപ്പയെ വിശേഷിപ്പിക്കുക. 10-ാം പീയൂസ് മാർപ്പാപ്പയുടെ ആദർശവാക്യം സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നുള്ളതായിരുന്നു. ഈ 10-ാം പീയൂസിനൊരു പ്രത്യേകതയുണ്ട്. അത് വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും ജോലിയില്ലാത്തവരുമൊക്കെ വേദനയോടെ സഹായം അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക ഞെരുക്കം, അല്ലെങ്കിൽ അവരുടെ ദയനീയ അവസ്ഥ, കുടുംബം പോറ്റാൻ പറ്റാത്ത അവസ്ഥ, രോഗത്താൽ വലയുമ്പോൾ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുന്ന അവസ്ഥ. അങ്ങനെ വേദനിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സമ്പന്നൻ കർത്താവാണ്. ഒപ്പം കർത്താവിൻ്റെ സമ്പന്നതയിൽ ആശ്രയിച്ച് വിശുദ്ധരായവരുടെയൊക്കെ മധ്യസ്ഥവും സഹായവും തേടിയാലും നമുക്ക് ഒന്നെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് സമ്പത്ത് തരും, അല്ലെങ്കിൽ സമ്പത്തില്ലെങ്കിലും സമ്പത്തുള്ളവരെ പോലെ ജീവിക്കാനുള്ള കൃപ ദൈവം നൽകും. ഈ 10-ാം പീയൂസ് മാർപ്പാപ്പ ദരിദ്ര കുടുംബത്തിൽ പിറന്നവനാണ്. അദ്ദേഹം ദരിദ്രനായിട്ട് ജീവിച്ചുവെങ്കിലും ദൈവം ഒരു കൃപ നൽകിയായിരുന്നു. അത് ബുദ്ധിശക്തിയായിരുന്നു. അങ്ങനെ മിടുക്കനായിട്ട് വളർന്നു, പഠിച്ചു, നല്ല വിദ്യാഭ്യാസമായി, സെമിനാരിൽ ചേർന്നു, വൈദികനായി, പിന്നീട് മെത്രാനായി, തുടർന്ന് കർദിനാളായി, തുടർന്ന് സഭയുടെ തലവനായി, 10-ാം പീയൂസ് മാർപ്പാപ്പയായി മാറി. അദ്ദേഹത്തിന് ദിവ്യകാരുണ്യത്തോട് അതിയായ ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യത്തിന് പാപ്പ എന്ന് അദ്ദേഹത്തെ ഇന്നും ആൾക്കാർ വിശേഷിപ്പിക്കുക. സ്നേഹമുള്ള മക്കളെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തിക ഞെരുക്കമുള്ളവർ, സമ്പത്ത് ഒന്നുമില്ലാത്തവർ, കടക്കണിയിലായിരിക്കുന്നവരൊക്കെ ഈ ഒരു മാതൃക, ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ച ഒരു മാതൃകയും, ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ച് ദാരിദ്ര്യത്തിൽ നിന്നും ഉന്നത പദവിയിലേക്ക് എത്തിയ 10-ാം പീയൂസ് മാർപ്പാപ്പയെ പോലെ നമുക്കും വിശുദ്ധരാകണം. അത് ദൈവത്തിൽ ആശ്രയിച്ചാകണം. സമ്പത്തിന്റെ ഉടയവനായ ദിവ്യകാരുണ്യനാഥനിൽ ആശ്രയിച്ചും ദാരിദ്ര്യത്തിൽ നിന്നും ഉയർന്നു വന്ന് ലോകത്തിൽ പ്രഗത്ഭരായിത്തീരുന്ന മറ്റു വ്യക്തികളും ഒക്കെ ദൈവാശ്രയബോധത്തോടെ വളർന്നും ജീവിച്ചവരുമാണ്. അവരെയൊക്കെ മാതൃക നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. ഈശോ, സ്നേഹമുള്ള മക്കളെ, ഈശോ നമ്മളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഈശോയ്ക്ക് നമ്മളെ അറിയാം. അവിടുന്ന് പറയുന്നു, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. ഈ ഭൂമിയിലേക്ക് ഈശോയാണ് നമ്മളെ തിരഞ്ഞെടുത്ത് അയച്ചത്. അപ്പോൾ നമ്മുടെ ദാരിദ്ര്യവും, നമ്മുടെ ജോലിയില്ലാത്ത അവസ്ഥയും, നമ്മുടെ സാമ്പത്തിക ഭദ്രതയില്ലായ്മയും, നമ്മുടെ ബുദ്ധിമുട്ടുകളും, നമ്മുടെ രോഗാവസ്ഥയും ഒക്കെ ഈശോയ്ക്കറിയാം. ആ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ച് ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാമെന്ന് പറഞ്ഞെങ്കിൽ എന്നെയും ഈശോ അറിഞ്ഞിരിക്കുന്നു. ആ വിശ്വാസത്തോടെ നമുക്ക് പ്രത്യാശയോടെ നീങ്ങാം. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.